പഞ്ചപാണ്ഡവന്മാർ വാനപ്രസ്ഥത്തിനു മുന്നേ ഭഗവാൻ ശ്രീകൃഷ്ണനോട് കലിയുഗത്തിൻ്റെ പ്രഭാവത്തെക്കുറിച്ച് ചോദിക്കുന്നു. എന്നാൽ ഭഗവാൻ അവരോട് ചുറ്റുപാടും സഞ്ചരിക്കുവാൻ പറയുന്നു. നിങ്ങൾ കാണുന്ന വിചിത്രമായ കാഴ്ചകളെക്കുറിച്ച് വന്ന് എന്നോട് പറയുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കലിയുഗത്തിൻ്റെ പ്രഭാവത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഭഗവാൻ ആവശ്യപ്പെട്ട പ്രകാരം അവർ നാനാദിക്കിലേക്കും സഞ്ചരിച്ചു. വിചിത്രവും അത്ഭുതകരമായ കാഴ്ചകളാണ് അവർക്ക് അവിടെ കാണാൻ സാധിച്ചത്. യുധിഷ്ഠിരൻ കണ്ടത് 2 തുമ്പിക്കൈയുള്ള ഒരു ആനയെയായിരുന്നു. അതേസമയം ഭീമസേനൻ കണ്ടതാകട്ടെ ഒരു പശു പ്രസവിച്ചതിനു ശേഷം അതിൻ്റെ കുഞ്ഞിനെ നക്കി പരിലാളിക്കുന്നു. എങ്കിലും ആ പശുക്കുട്ടിയുടെ ശരീരത്തിൽ നിന്നും രക്തം കിനിയുന്നുണ്ടായിരുന്നു. മൂന്നാമനായ അർജുനൻ കണ്ടതാകട്ടെ ഒരു വലിയ പക്ഷിയെയായിരുന്നു. അതിൻ്റെ വലിയ ചിറകുകളിൽ വേദം കൊത്തിവെക്കപ്പെട്ടിരുന്നു. ആ പക്ഷിയാവട്ടെ ഒരു ശവത്തെ കൊത്തി തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സഹദേവൻ കണ്ടത് ഏറെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയായിരുന്നു. 5 കിണറുകളാണ് അവ. ചുറ്റും 4 കിണറുകളും നടുവിൽ ഒരു കിണറും. ചുറ്റുമുള്ള കിണറിൽ നിറയെ വെള്ളമുണ്ടായിരുന്നു. നടുവിലെ കിണറ്റിൽ ആഴം അധികമാണെങ്കിലും തീരെ വെള്ളമുണ്ടായിരുന്നില്ല. അത്ഭുതത്തോടെയാണ് നകുലൻ ആ കാഴ്ച കണ്ടത്. ഒരു മലമുകളിൽ നിന്നും ഒരു വലിയ പാറക്കല്ല് ഉരുണ്ടുരുണ്ട് താഴേക്ക് വരുന്നു. വലിയ വലിയ വൃക്ഷങ്ങൾക്ക് പോലും അതിനെ തടുക്കുവാൻ സാധിക്കുന്നില്ല. എന്നാൽ ഒരു ചെറിയ ചെടിയിൽ തട്ടി അത് തൽക്ഷണം നിന്നു. 5 പേരും തിരിച്ചു വന്ന് ഭഗവാനോട് തങ്ങൾക്കുണ്ടായ അനുഭവങ്ങളും കാഴ്ചകളും വിവരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കലിയുഗത്തിൻ്റെ പ്രഭാവത്തെക്കുറിച്ച് ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു. ആ 2 തുമ്പിക്കൈയുള്ള ആന കലിയുഗത്തിലെ ഭരണകർത്താക്കളെ സൂചിപ്പിക്കുന്നു. അവർ ഇരട്ടത്താപ്പുള്ളവർ ആയിരിക്കും. അവർ ഒന്ന് പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യും. മനസ്സിൽ ഒന്ന് വെച്ചുകൊണ്ടാണ് അവർ ജനങ്ങളോട് ഇടപഴകുക. അതുകൊണ്ട് കലിയുഗം വരുന്നതിനു മുമ്പേ നിങ്ങൾ ഭരണം അവസാനിപ്പിക്കണം, ഭഗവാൻ പാണ്ഡവരോടായി പറഞ്ഞു. ഇപ്പോൾ ജനിച്ച ഒരു പശുവിനെയും കിടാവിനെയുമാണല്ലോ ഭീമസേനൻ കണ്ടത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമായിരുന്നത്രേ: കലിയുഗത്തിൽ ജനങ്ങൾ അവരുടെ കുഞ്ഞുങ്ങളെ അമിതമായി ലാളിക്കും. ഈ അമിതമായ ലാളന കൊണ്ട് അവരുടെ കുഞ്ഞുങ്ങൾ നശിച്ചു പോകുവാൻ സാധ്യത ഉണ്ട്. അവർക്കൊരിക്കലും ജീവിതത്തിലെ കടമ്പകൾ മറികടക്കുവാനോ സ്വന്തം കഴിവുകളെ കണ്ടെത്തുവാനോ ഇതുമൂലം സാധിക്കുകയില്ല. അതുകൊണ്ട് പൂർണ്ണ വികാസം സംഭവിക്കാതെ അവർ നശിച്ചു പോകുന്നു. ഒരു വലിയ വൃക്ഷത്തിനു താഴെ അനേകം ചെടികൾ ഉണ്ടായാലും അവയ്ക്കൊന്നിനും പൂർണ്ണ വികാസം വരാൻ സാധിക്കാത്തതുപോലെ കലിയുഗത്തിൽ അച്ഛനമ്മമാരുടെ പരിലാളന കൊണ്ട് മക്കൾക്ക് പൂർണ്ണ വികാസം സംഭവിക്കാതെ അവർ നശിച്ചു പോകുവാൻ സാധ്യതയുണ്ട്. അതിനുശേഷം അർജുനൻ്റെ ഊഴമായിരുന്നു. അർജുനൻ ഭഗവാനോട് ആ പക്ഷിയെക്കുറിച്ച് ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു, കലിയുഗത്തിൽ ഇതുപോലെ മനുഷ്യരായിരിക്കും ഉള്ളത്. അവർ സ്വയം ജ്ഞാനി എന്ന് നടിക്കുകയും ജ്ഞാനത്തെപ്പറ്റി ധാരാളം ചർച്ച ചെയ്യുകയും ചെയ്യും. എങ്കിലും അവരുടെ ആചാരം രാക്ഷസന്മാരെ പോലെ ആയിരിക്കും. അവർ വലിയ പണ്ഡിതരും വിദ്വാൻമാരും ആണെന്ന് പറയും. എങ്കിലും ഏതു മനുഷ്യൻ മരിക്കുന്നു അവൻ്റെ സ്വത്ത് എങ്ങനെ കൈക്കലാക്കാം എന്നായിരിക്കും സദാ അവരുടെ ചിന്ത. അവർ എപ്പോഴും പണത്തിനു വേണ്ടി സ്വന്തം അറിവെ വിൽക്കുന്നവരുമായിരിക്കും. ചുറ്റുമുള്ള കിണറ്റിൽ നിറയെ വെള്ളവും നടുവിലെ കിണറ്റിൽ വെള്ളമില്ലാതെയുമാണല്ലോ സഹദേവൻ കാഴ്ച കണ്ടത്. അതിനർത്ഥം കലിയുഗത്തിൽ ജനങ്ങൾ ആഘോഷങ്ങൾക്കും ആർഭാടത്തിനുമായി ലക്ഷക്കണക്കിന് രൂപ ചിലവഴിക്കും. എങ്കിലും അവരുടെ സ്വന്തം ആൾക്കാർ
പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ഉള്ളത് അവർ കാണുകയേയില്ല. ഭക്ഷണത്തിന് യാതൊരു കുറവ് ഇല്ലെങ്കിലും ജനങ്ങൾ പട്ടിണി മൂലം മരിക്കും. അനാവശ്യമായി പണം ചെലവ് ചെയ്ത് ആർഭാട ജീവിതം നയിക്കുന്നതിനിടയിലും ജനങ്ങൾ പട്ടിണിയും ദാരിദ്ര്യവും അനുഭവിക്കും. സമൃദ്ധിയുടെ നടുവിൽ ദാരിദ്ര്യം ഉണ്ടാകും എന്നാണ് ഇതുകൊണ്ട് ഭഗവാൻ ഉദ്ദേശിച്ചത്. അവസാനമായി നകുലൻ ഭഗവാനോട് ചോദിച്ചു, ആ വലിയ പാറക്കെട്ടിൽ നിന്നും ഉരുണ്ടുരുണ്ടു വരുന്ന കല്ലിനെ വലിയ വൃക്ഷങ്ങൾക്ക് പോലും തടുക്കാനായില്ലല്ലോ. എന്നാൽ ഒരു ചെറിയ ചെടിയിൽ തട്ടി അത് എപ്രകാരമാണ് നിന്നുപോയത്? ഭഗവാൻ കലിയുഗത്തെക്കുറിച്ച് ഇപ്രകാരം നകുലനോട് പറഞ്ഞു. വലിയ വലിയ പൂജകൾക്കും മന്ത്രങ്ങൾക്കും പോലും ഈ കലിയുഗത്തിൽ മനുഷ്യനെ രക്ഷിക്കുവാൻ സാധ്യമല്ല. അനേകം വലിയ പാപങ്ങളുടെ ആകത്തുകയാണ് കലിയുഗം. ഈ കലിയുഗത്തിൽ പാപവിമോചനത്തിന് മറ്റു മാർഗങ്ങൾ ഇല്ലാതെ വരുമ്പോൾ സരളമായി ഒരു മാർഗമുണ്ട്. അത് ഹരിനാമ കീർത്തനമാണ്. ഈശ്വരനാമങ്ങൾ ചൊല്ലുമ്പോൾ വലിയ വലിയ അത്യാപത്തുകൾ പോലും ഒഴിഞ്ഞു പോകും. മനുഷ്യന് താങ്ങാവുന്ന തണലാവുന്ന ഭഗവാന്റെ നാമങ്ങൾ ഉരുവിടുമ്പോൾ അവർ സകല പാപത്തിൽ നിന്നും രക്ഷിക്കപ്പെടും എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കഥയിലൂടെ കലികാലത്തെ കലിയുടെ ശക്തിയെയും അതിൽ വരുന്ന ഹരിയുടെ അനേകായിരം നാമങ്ങളുടെ ശക്തിയെയുമാണ് തുറന്നു കാണിക്കുന്നത്. എല്ലാവരെയും ഭഗവാൻ രക്ഷിക്കട്ടെ.